നമ്മുടെ പിള്ളേരെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ വന്ന് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് കലാകാരന്മാരുടെ കുടുംബമാണോ ഇത്? എല്ലാവരും പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു. എന്താണിത്? ഇറങ്ങി വന്നപ്പോഴാ ഒരു ഹെവനിലെത്തിയ പോലെ ഉണ്ട്. നോക്ക് നമ്മുടെ അപ്പുവിന്റെ വീട്ടിലെ റിസപ്ഷൻ ഡേ ആയിരുന്നു ഇന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാന് വൈറ്റ് റോസ് എനിക്ക് ഇഷ്ടമാണ് വിചാരിച്ചപ്പോ ഇപ്പൊ ഇത് ആ ഒരു അപ്പൊ അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ഓവറാണെന്ന് പറയാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? വേറെ എന്തെങ്കിലും അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യും. എനിക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഓവറാ. അതാ ഡ്രസ്സ് സെലക്ഷൻ കൊള്ളില്ല, ഡ്രസ്സ് സെലക്ഷൻ കൊള്ളില്ല, കല്യാണ ചെറുക്കൻ ഓവറാണ്. ഈ വീഡിയോയുടെ അഭിപ്രായം ഞാൻ ഒരു വർഷത്തിന് ശേഷം പറയാം. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. പിന്നെ മുടി അവിടെ എവിടെ ആയിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. നമ്മൾ മുടി വെട്ടിയതിനു ശേഷം വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചൊരു ചോദിച്ചായിരുന്നു എന്തായി നിങ്ങളുടെ മുടി മൊത്തം പോയോ എന്നൊക്കെ. അതല്ല ഇവിടുത്തെ മാറ്റർ ഗൈസ്. എന്താ പറയുക, ഇച്ചാപ്പി എന്ന് പറഞ്ഞൊരു കുട്ടി, എൻ്റെ ഒറിജിനൽ നെയിം എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഇച്ചാപ്പി എന്നായിരിക്കത്തില്ലല്ലോ, ഒറിജിനൽ നെയിം ഉണ്ടാവും. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് അറിയാത്തതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫോളോവർ പുള്ളിക്കാരത്തി എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ഈ ഒരു കുട്ടിയുടെ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെ തുടർന്ന് ആ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. കമൻറ്റ് ബോക്സ് നോക്കാം. കല്യാണം കഴിഞ്ഞ കമൻറ്റ് ബോക്സ് എന്തായിരിക്കും? ആ കല്യാണത്തിനെക്കുറിച്ച് അനുമോദനങ്ങളും ആശീർവാദങ്ങളും ഇതൊക്കെ നൽകുന്നൊരു കമൻറ്റ് ബോക്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എന്താ ചെയ്യാനുള്ളത്, അല്ല ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ കണ്ട കമൻറ്റ് ബോക്സ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് ഞാൻ എൻ്റെ നല്ലവരായ എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ കുട്ടിയെ അറിയുന്നവർ, കാണുന്നവർ, അവരെ ഇഷ്ടപ്പെടുന്നവരോ ഇഷ്ടപ്പെടാത്തവരോ, അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത്, ഇഷ്ടപ്പെടാത്ത ഉണ്ടെങ്കിൽ എന്ത്. പക്ഷേ എനിക്ക് ഈ കുട്ടി ഇഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ ഈ കുട്ടിയെ ഒരു എന്താ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഈ കുട്ടിയുടെ കുറേ കാലത്തിന് മുമ്പുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് വളരെ കഷ്ടപ്പെട്ട രീതിയിൽ, കാരണം അതൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്കൊക്കെ വളരെയധികം റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയുടെ വീട്, ആ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, അതിനെയൊക്കെ തരണം ചെയ്ത് സ്വന്തം കഴിവ് കൊണ്ടും ഒത്തിരി ഉയരത്തിലിപ്പം ആ കുട്ടി എത്തിയിരിക്കുന്നു. അതിനുശേഷം ഇഷ്ടപ്പെട്ടൊരു പയ്യനെ വിവാഹം കഴിച്ചു. അതുവരെ എത്തി. സ്വന്തം കഴിവുകൊണ്ടാണ്, ഒറ്റക്കാലിൽ നിന്നുകൊണ്ട്, സ്വന്തം കഠിനാധ്വാനം കൊണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് ആ കുട്ടി ചെയ്തതാണ് അതൊക്കെ. എല്ലാവരെയും സംരക്ഷിച്ചു, വീട്ടുകാരെ സംരക്ഷിച്ചു, ഒക്കെ ചെയ്ത കുട്ടി. ബട്ട് അതിൻ്റെ കല്യാണം കഴിഞ്ഞോടെ സംഭവം കയ്യിൽ നിന്ന് പോയി. കാരണം കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഇവളെ അഹങ്കാരിയാണ്. അവനെ കണ്ടില്ലേ, അവൻ എന്തിനു കൊള്ളാം, ഇവൻ ആരെ നിന്ന് ഞാൻ പറയണല്ല, നിങ്ങൾക്ക് ഇനി വഴിയെ കാണാം. ബാക്കിയെല്ലാം ഞാൻ എനിക്ക് അയച്ചു തന്ന ആ വീഡിയോയുടെ ആ ഒരു ലിങ്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഞാൻ ആ കുട്ടി കാണുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, എല്ലാവിധ ആശംസകളും, എല്ലാം ജീവിതം അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്യാം. മറ്റുള്ളവർ പലതും പറയും. ഇതാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് നമുക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മുടെ പിള്ളേരെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ വന്ന് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് കലാകാരന്മാരുടെ കുടുംബമാണോ ഇത്? എല്ലാവരും പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു. എന്താണിത്? ഇറങ്ങി വന്നപ്പോഴാ ഒരു ഹെവനിലെത്തിയ പോലെ ഉണ്ട്. നോക്ക് നമ്മുടെ അപ്പുവിന്റെ വീട്ടിലെ റിസപ്ഷൻ ഡേ ആയിരുന്നു ഇന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാന് വൈറ്റ് റോസ് എനിക്ക് ഇഷ്ടമാണ് വിചാരിച്ചപ്പോ ഇപ്പോൾ ഇത് ആ ഒരു കല്യാണം കഴിഞ്ഞ് ആ പയ്യൻ്റെ വീട്ടിലേക്കൊക്കെ പോയി അവിടുത്തെ റിസപ്ഷനൊക്കെ നടക്കുന്ന മൊമെൻ്റാണ്. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് അതിൽ കൂടുതലായോ, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിവേ, എന്തായിരുന്നാലും എനിക്ക് കിട്ടിയ ഈ വീഡിയോ എന്തായിരുന്നാലും കണ്ടിട്ട് ഒരു 5-6 ദിവസത്തിന് മുമ്പ് ഈ കല്യാണം കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ആ കുട്ടി പറയുന്നത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഹെവനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാ ആൾക്കാരും എന്താണ് കലാകാരന്മാരൊക്കെ ആണല്ലോ എന്ന് പറയുന്നു. ആ പയ്യൻ വളരെയധികം കെയർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. വളരെയധികം സിങ്കായിട്ടാണ് അവർ പോകുന്നത്, ഒരേ വൈബായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും കണ്ടു. ബാക്കി കൂടെ കുറച്ചുകൂടെ കാണാനുണ്ട്. അതിനുശേഷം ബാക്കി പറയാതിരിക്കാൻ നിർത്തില്ല. പയ്യൻ അല്ല, പെൺകുട്ടി സൂപ്പറാണ്. നമുക്ക് അകത്ത് കഴിവ് തെളിയിച്ചൊരു കുട്ടിയും കൂടെയാണ്. അത് നല്ലൊരു മികച്ച രീതിയിൽ സർവൈവ് ചെയ്തിരുന്ന ഒന്നൊരു കുട്ടിയാണ്. പയ്യൻ അടിപൊളിയാണ് കേട്ടോ. പയ്യനെ കാണുമ്പോൾ ഒരു നമ്മുടെ ഈ മോഡൽസ് ഇപ്പോൾ പറയുമ്പം നമ്മുടെ ഈ മോഡലിംഗ് ചെയ്യുന്ന പയ്യന്മാരുണ്ടല്ലോ, ആ ഒരു തരത്തിലേക്കൊക്കെ ഉള്ളൊരു തോന്നുന്നുണ്ട്. നല്ലൊരു പയ്യൻ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. സോ ഇവരുടെ ഈ ഒരു വീഡിയോയുടെ താഴത്തെ 124K ലൈക്ക് ഈ വീഡിയോക്കുണ്ട്. അത് നല്ലവരായ മനുഷ്യരാണ്. നല്ലവരായ മനുഷ്യർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് I am the only one who felt the guy is not genuine. അതായത് ഈ ഒരു വീഡിയോക്കകത്ത് ആ കുട്ടിയോട് ഇടപഴകി വിവാഹത്തിൻ്റെ അടുത്ത ദിവസം ഒരുമിച്ച് ഇടപഴകുന്ന വീഡിയോ കണ്ടപ്പോൾ ഈ കമൻ്റ് ഇട്ട പ്രസ്തുത വ്യക്തിക്ക് 6 ദിവസത്തിന് മുമ്പ് തോന്നിയൊരു തോന്നലാണ്, I am the only one who felt
എനിക്ക് മാത്രമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ദ ഗൈ ഈസ് നോട്ട് ജെന്യൂൻ. ഈ പയ്യൻ അത്ര ജെന്യൂൻ അല്ല, ആത്മാർത്ഥത ഉള്ളവനോ സത്യസന്ധനോ അല്ല എന്ന് ഒരൊറ്റ നോട്ടത്തിൽ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഹൗ? ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കഴിഞ്ഞത്? ഇവർ വിവാഹം കഴിച്ചിട്ട് ആദ്യ നാളുകളിൽ അവരുടെ ഒരു മധുവിധു ദിവസങ്ങളിലാണ് അല്ലേ ഹണിമൂൺ പീരീഡ്. ആ ഹണിമൂൺ പീരീഡിൻ്റെ അകത്ത് അവരുടെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസും എല്ലാ തരത്തിലും ഭയങ്കര ഹൈപ്പർ എന്താ പറയുക, അതിനൊരു എന്താ പറയുക, നമ്മളൊരു ഒരു പുതിയൊരു കാര്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ ആ ഒരു സംഭവത്തെ എന്തൊരു വാക്ക് പറയുമല്ലോ, എൻ്റെ വായിൽ വരുന്നില്ല. നമുക്ക് പറയല്ലോ ഒരു പെട്ടെന്നത് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അതിനോട് നമുക്ക് തോന്നുന്നൊരു സംഭവം ഉണ്ടല്ലോ, വികാരം എന്തോ ഇത് എനിക്ക് വാക്കൂര് മറന്നുപോയി. ആ ഒരു അവസ്ഥയിൽ അവർ നിൽക്കുന്നതാണ്. എന്തോ അവസ്ഥ എനിവേ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സാധനം മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന അവർ വളരെയധികം ഹാപ്പി ആയിട്ട് ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന അവരെ കാണുമ്പോൾ തോന്നുന്നത് ഈ പയ്യൻ അത്ര ആത്മാർത്ഥമുള്ളവനായിട്ട് തോന്നില്ല. അതെങ്ങനെ നമുക്ക് പറ്റി? നമ്മുടെ ഇന്ന് കുടുംബ കോടതികളുടെ മുമ്പിൽ നിൽക്കുന്നത്, നമ്മുടെ ഇന്ന് ജീവിതത്തിൻ്റെ പല സമയങ്ങളിൽ പല സൈക്കോപാത്തുകളുടെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നത്, ഇതെല്ലാം നിങ്ങളെല്ലാവരും ഈ കല്യാണത്തിലും മറ്റുള്ള പല സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ട് വളരെയധികം ആശീർവദിച്ച് വിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അന്ന് അവരിൽ പല ആൾക്കാർ പിൽക്കാലത്ത് ഇങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നോ? ഇല്ലല്ലോ. അത് അങ്ങനെ ആയിട്ടുണ്ട്. ചിലപ്പം വളരെയധികം നല്ലവനെന്നും വളരെയധികം നല്ല പയ്യനാണെന്നും വളരെയധികം നല്ല ശാന്ത സ്വഭാവമുള്ള പെൺകുട്ടിയാണെന്നും ഒക്കെ പറഞ്ഞതിൻ്റെ അകത്ത് വിപരീതമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ലൈഫിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അൺപ്രെഡിക്റ്റബിലിറ്റി ഈസ് ദ ബ്യൂട്ടി ഓഫ് എന്താണ് ലൈഫ്. അൺപ്രെഡിക്റ്റബിൾ ആണ് നമ്മുടെ ഈ ഒരു ലൈഫിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബ്യൂട്ടി തന്നെ. നാളത്തെ കാര്യം നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, പക്ഷെ അത് നടക്കാതെ പോകുന്നതാണ് ജീവിതത്തിൻ്റെ ഒരു രസം. അതുണ്ടെങ്കിലേ ജീവിതം ഉള്ളൂ. അല്ല നിങ്ങൾ തീരുമാനിക്കുന്നില്ല അതേ അച്ചിട്ടതുപോലെ നടക്കുന്നെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്താണ് രസം? നാളെ രാവിലെ ഇങ്ങനെയാണ്, മറ്റന്നാൾ രാത്രി ഇങ്ങനെയാണ്, അടുത്ത ദിവസം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അച്ചിട്ടതുപോലെ അങ്ങനല്ല. അൺപ്രെഡിക്റ്റബിൾ ആണ്. അവർ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരുടെ ജീവിതം ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അതിന് നമുക്കൊരു ഏറ്റവും ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം പ്രസൻ്റ്ലി അവർക്ക് ഒരു ആശീർവാദം, ഒരു അഭിനന്ദനം, ആ വിവാഹ മംഗളാശംസകളൊക്കെ കൊടുക്കാം. അതിനപ്പുറത്തേക്ക് അപ്പം തന്നെ ജഡ്ജ് ചെയ്യാണ്. ഈ പ്രസ്തുത കമൻ്റ് ഇട്ട വ്യക്തിയുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തൊരു കല്യാണം നടന്ന സമയത്ത് അതിൻ്റെ താഴെ ഇതുപോലത്തെ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നോവുക? ഇത് കാണുന്ന ആ പയ്യനും അതുപോലെ തന്നെ ആ പെൺകുട്ടിയും അവരറിയുന്ന ആൾക്കാർ ചിലപ്പോൾ അവർക്കത് ഒരു വിഷയമുള്ളാവില്ല, എങ്കിലും കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഈ കാണുന്ന ഈ കാണുന്ന എന്നെ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് നിങ്ങളുടെ മകളുടെയോ മകൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വിവാഹം കഴിയുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കണ്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എന്തുവാണ് എൻ്റെ താഴത്തെ കമൻറ്റ് കൂടെ നോക്കാം. വി കാൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരു കവർ കണ്ടിട്ട് ഒരു ബുക്കിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ലെറ്റ് സി, ഐ ഹോപ്പ് ഷീ വിൽ ഹാപ്പി ആൻഡ് ലൗഡ്. തുടക്കത്തിലെ എന്തിനാണ് ഈ ദുരന്തം പറച്ചില്ലേ, അപരാധം പറച്ചിലെന്ന് പറയാം. ഒരു പാവം കൊച്ച് ഒന്ന് രക്ഷപ്പെട്ടു എന്ന് കണ്ടപ്പോൾ കമൻറ്റ് ബോക്സ് നിറഞ്ഞു ഓവറെന്ന്. കഷ്ടം, അവൾ സ്വന്തം അധ്വാനം കൊണ്ട് രക്ഷപ്പെട്ടു, ഇനി ദാമ്പത്യം മുന്നോട്ട് കിടക്കുന്നു, പടച്ചോൻ കാക്കട്ടെ. എന്ത് നല്ല കമൻറ്റാണ്. അതെനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു നല്ല മനസ്സ് ചീത്ത മനസ്സൊന്നും വേണ്ട. ഇതൊക്കെ കോമൺ സെൻസാണ്. ഒരാളുടെ വിവാഹം നടന്നു കഴിഞ്ഞിട്ട് ആ സമയത്ത് കണ്ടില്ലേ ഉള്ള സമയം നമ്മൾ ഈ ചില കല്യാണങ്ങൾ, ചില പരിപാടികൾ, ഇതെന്തുവാണ് എൻ്റെ മുടി ഇങ്ങനെയാണ്, ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചില ഓരോ കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അവരുടെ ഓരോരോ പ്രവർത്തനം കാണുന്ന സമയത്ത് നമ്മളുള്ള ചില ആൾക്കാർ എത്ര പോരാ. മറ്റേ ഞാൻ മുമ്പ് കുറച്ച് കാലത്തിന് മുമ്പ് ഇവിടെ ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ, കുറച്ച് കാലത്തിന് മുമ്പ് ഇതുപോലെ നമ്മുടെ ഒരു ഷോർട്ട്സ് ഇട്ടുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ പണ്ട് എന്താണ് കൈലി മുണ്ട് ഇതൊക്കെ കൊടുത്ത് നടന്ന ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിലേക്ക് നമ്മുടെ ഈ ഷോർട്ട്സ് ഇട്ടുകൊണ്ട് നടന്ന സമയത്ത് എന്നെ കണ്ടിട്ട് ആൾ ചോദിച്ചു എന്തോ ഇത് എന്തോടാ ഈ നിക്കറൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന പബ്ലിക്കിൽ, എനിക്ക് കുഞ്ഞുങ്ങളും കുടുംബമൊക്കെ ഉള്ളതല്ലേ, എന്താ ഇങ്ങനെ നിക്കറിട്ടുണ്ടാകും? ആ പ്രസ്തുത വ്യക്തിയുടെ മരുമകൻ ശരിക്കും പറഞ്ഞ ഗൾഫ് രാജ്യത്തിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഈ ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അപ്പം ലവൻ ഇട്ടേക്കുന്നത് എന്താണ് സാധനം? അവനിട്ടേക്കുന്നത് ഗൾഫിൻ്റെ അകത്ത് തേരാപ്പാര നടക്കുന്നത്, ഒന്നും മിണ്ടില്ല അങ്ങ് പോയി. സോ ഇതൊക്കെ ശരിക്കും പറഞ്ഞ കണ്ണുകടി, ഇതിനേക്കാണ് കണ്ണുകടി എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് ഒരു നല്ല ജീവിതം കിട്ടി, അത് കിട്ടാൻ ഇവൾ അർഹയല്ല. ഇവൾക്ക് ഇങ്ങനെ നല്ല ജീവിതം കിട്ടി, അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുത്തിത്തുരപ്പുണ്ടാക്കണം. കഷ്ടം. ആ കുട്ടി പണ്ടേ രക്ഷപ്പെട്ടതാണല്ലോ, ഇപ്പോൾ കൂടെ കൂടിയേക്കുന്നത് അതിൻ്റെ യൂട്യൂബ് വരുമാനത്തിലാണ് കണ്ണ്. തന്നോട് പറഞ്ഞു അവനങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. എന്തോ ഇത് സ്നേഹം ഒരാൾക്ക് പബ്ലിക്കിൽ കാണിക്കേണ്ടതില്ല, അഭിനയിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന്. അവർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് അവരിടുന്ന ഓരോ കോണ്ടന്റിൻ്റെ അകത്ത് നിങ്ങൾ വ്യൂവേഴ്സ് കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണിച്ചേക്കുന്നത്. അവരിപ്പം ഇനി ഇതിൻ്റെ വേറെ കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതേ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയും ഈ പയ്യനും കൂടെ നിൽക്കുവാണ്. അപ്പം ഇത് ഈ ഒരു ഫ്രെയിം തന്നെ നിങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ. ഓക്കെ, ഇതിനെ നമുക്ക് മറ്റൊരു തരത്തില് ഒരു ബുദ്ധി ഒരു ഡയറക്ടർ ബ്രില്യൻസ് വെച്ച് ചെയ്യാം. ഇവിടെ പെൺകുട്ടി ഇരിക്കുന്നു, അവൻ എവിടെ ഇരിക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു, നിനക്ക് ഇന്നത്തെ ദിവസം കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് രണ്ടുപേരും പറയണമായിരുന്നു അല്ലേ. അപ്പൊ പിന്നെ സംഭവം സെറ്റ് ആവുമല്ലോ. അപ്പൊ പിന്നെ
ഇപ്പം കൊള്ളാം എന്തോ അപ്പോഴും ഉള്ള കമൻറ്റ് എന്താണ്, കണ്ടോ ആ പെൺകൊച്ചിന് ഇപ്പോഴും വിഷമം തന്നെ, കഷ്ടം തന്നെ, അയ്യോ അയ്യോ വയ്യോ വയ്യ. അതുപോലെ തന്നെ ആ ചെറുക്കനെ ഒരു 10 എന്താണ് അവൻ്റെ മുഖം കണ്ടില്ല, അവനെ കണ്ട അപ്പോൾ വേറെ തരത്തിലായിരിക്കും അല്ലേ, എന്താ അല്ലേ. എനിക്കെന്തോ ഇവൻ ആക്ടിങ് ആണോ എന്നൊരു ഡൗട്ട്. 2500 ലൈക്ക് അതിന്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം? ഒന്നാമത് ഞാൻ ഇതുവരെ ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. ഇതെന്താ നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും കോണ്ടെക്സ്റ്റ് ഉണ്ടോ? അതായത് ഇവർ രണ്ടുപേരും ഒരു ഇപ്പം കല്യാണം, ഇപ്പോൾ ഇടയ്ക്ക് ഒരു വീഡിയോ ഇതുപോലെ റാൻഡമായിട്ട് ഈ കുട്ടിയുടെ പെണ്ണ് കാണാൻ ചടങ്ങെന്ന് പറഞ്ഞിട്ട് വീഡിയോ, ആ പയ്യൻ വരുന്ന വീഡിയോ, ഞാൻ അന്ന് ഈ പയ്യനെ നോട്ട് ചെയ്യുന്നു, അടിപൊളി പയ്യൻ. സോ അപ്പോൾ ആ ഒരു സംഭവം ഞാൻ ജസ്റ്റ് കുറച്ച് ഞാൻ ആ വീഡിയോ കണ്ടതാണ്. അതിനകത്ത് എനിക്കൊന്നും നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ കാണുന്ന കുട്ടി കല്യാണം കഴിഞ്ഞു എന്നുള്ളതാണ്, വളരെ ഫാസ്റ്റായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഓവറാണെന്ന് പറയാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? വേറെ എന്തെങ്കിലും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഓവറാണ്. അതാ ഡ്രസ്സ് സെലക്ഷൻ കൊള്ളില്ല, ഡ്രസ്സ് സെലക്ഷൻ കൊള്ളില്ല, കല്യാണ ചെറുക്കൻ ഓവറാണ്. ഈ വീഡിയോയുടെ അഭിപ്രായം ഞാൻ 1 വർഷത്തിന് ശേഷം പറയാം. ഇതൊരു മൈൻഡാണ്. 1 വർഷത്തിന് ഈ ലോകത്തിലെന്ന് വെച്ചാൽ ഈ കല്യാണം പരിപാടി നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. വളരെ എന്താണ് ഈ കാലാകാലങ്ങളായിട്ട് ഒരാളുടെ തലയിൽ ഇങ്ങനെ കെട്ടിവെച്ച് കൊടുക്കുക, കെട്ടിക്കൊണ്ടുപോവുക എന്നുള്ള പരിപാടി നടക്കുന്നത്. ഇവിടെ ഈ കല്യാണം എന്നുള്ള ഒരു പല കാര്യങ്ങളിലും കല്യാണത്തിന് അടിമുടി മാറണം എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കല്യാണം കഴിക്കുന്നവർ തമ്മിൽ എങ്ങനെയായിരിക്കണം, സാമ്പത്തികമായിട്ട് അച്ചടക്കവും അടിത്തറയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇൻഡിവിജ്വലായിട്ട് ഒരാൾക്ക് മറ്റൊരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജാതിയോ മതമോ ഒന്നും നോക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ ഇഷ്ടപ്പെട്ടവർ തമ്മിൽ വിവാഹം കഴിക്കേണ്ട രീതിയിൽ, വിവാഹം എന്നല്ല ഒരുമിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യം. അല്ലാതെ സിംബോളിക്കായിട്ട് ഇന്നത്തെ കല്യാണങ്ങൾ പലതും കാണിച്ചതിന് ശേഷം അതിനകത്ത് ഒരു പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നു, ഡൗറിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു, അതിനുശേഷം കാറ് കൊടുക്കുന്നു, വസ്തു കൊടുക്കുന്നു, വീട് കൊടുക്കുന്നു, കല്യാണം കഴിക്കുന്നു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് സ്ത്രീധന തുകയായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം വരുന്നു. അതിനുശേഷം പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കുന്നു. അതിനുശേഷം മറ്റു ചില ആൾക്കാരാണെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകുന്നു. അതിനുശേഷം ജീവിതം 2 വഴിക്കൊക്കെ പോകുന്നു. ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ മൂലകാരണം തന്നെ ഈ കല്യാണം എന്നുള്ളൊരു സിസ്റ്റമാണ്. ആ സാധനത്തിൻ്റെ അകത്ത് കുറേയധികം മാറ്റം ഈ കാലഘട്ടത്തിനനുസരിച്ച് വന്നിട്ടുണ്ടോ എന്നുള്ള ഭയങ്കര സംശയമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പം തന്നെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നില്ല. നമ്മുടെ ആൾക്കാരുടെ മനോഭാവം, പൊതുബോധം എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത്രയും നെഗറ്റീവ് ഈ കമൻറ്റ് ബോക്സിൽ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ. അവൻ അത്ര ശരിയല്ല എന്നൊരു തോന്നൽ. ജഡ്ജ് ചെയ്യുന്നതാണ്. അവർ സന്തോഷമായി ജീവിക്കട്ടെ വത്സമ്മ, ആദ്യം തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കാതെ. സത്യം എന്തോ സിംഗിളാണോ അതെങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനാ? ആ കൊച്ചിൻ്റെ യൂട്യൂബ് വരുമാനത്തിലാണ് ഇയാളുടെ കുടുംബത്തിൻ്റെ കണ്ണ്. അതാണ് ഈ ഓവർ സ്നേഹം. അത് ആണെങ്കിലെന്താ, ആ കുട്ടി കഷ്ടപ്പെട്ട് ആ കുട്ടിയുടെ യൂട്യൂബിൻ്റെ അകത്ത് റവന്യൂ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതായിരിക്കാം. ആ കുട്ടിയെ കാണുന്ന ആൾക്കാർ നിരന്തരം വന്ന് കണ്ടു വ്യൂവർഷിപ്പ് കൂടി അതിന് അത്യാവശ്യം അത് പൈസ കിട്ടുന്നുണ്ടാവാം. ആ പൈസ അവരുടെ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ടാവാം. ഇപ്പോൾ ഭർത്താവ് ജോലി ചെയ്തുകൊണ്ടൊന്ന് ഭാര്യ നോക്കണമെന്ന് തന്നെ ഇല്ലല്ലോ. ഭാര്യ ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയിട്ട് കുടുംബങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. അതുപോലെ ചിലപ്പോൾ ആ പയ്യനും ചിലപ്പോൾ ജോലി ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വൈഫ് ഉണ്ടാക്കുന്നു, അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ചിലപ്പോൾ ഫാമിലി വ്ളോഗിങ്ങിലേക്ക് ഇറങ്ങിയെന്ന് വരാം. അവർ ഓൾറെഡി അതിനകത്ത് നിൽക്കുന്നവരൊക്കെ തന്നെയല്ലേ ഈ പെൺകുട്ടി. അതിനകത്ത് അവരുടെ വരുമാനം അവരുടെ കുടുംബത്തിനില്ലാതെ പിന്നെ എന്തോ ചെയ്യേണ്ട? മറ്റേ ഈ നിരന്തരം കാണുന്ന കമൻറ്റ് ഇതൊക്കെ വളരെ പാവപ്പെട്ടവർക്കെല്ലാം കൊണ്ട് കൊടുത്തൂടെ, വീട് വെച്ച് കൊടുത്തൂടെ, അങ്ങനെയൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? അവിടെ യൂട്യൂബ് റവന്യൂ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള, അവർക്ക് ചിലപ്പോൾ അടുത്ത് കുഞ്ഞുങ്ങളുണ്ടാവും, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒക്കെ മാറ്റിയിരിക്കണ്ടേ? അവരുടെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കാൻ, ആർക്ക് വേണ്ടി ചിലവാക്കാൻ? അവർ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് പറയടേ. ഒരു റിസപ്ഷൻ ഔട്ട്ഫിറ്റായിട്ട് തോന്നിയില്ല, കുറച്ചുകൂടെ കളർഫുൾ ആകാമായിരുന്നു. ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ എന്തോ ഇഷ്ടമല്ല. ആദ്യം ഇഷ്ടമായിരുന്നു, ഇപ്പോൾ 3000 ലൈക്ക്. ആൾക്കാർ ഒരുപാട് ഈ കുട്ടിയെ വെറുക്കുന്നു എന്നുള്ള എൻ്റെ അർത്ഥം. എനിക്ക് മനസ്സിലാവുന്നത് എന്താ കാര്യമെന്ന്. അസൂയയും കുശുമ്പിനും മരുന്നില്ല മോളെ. യെസ്, കിട്ടുമ്പോൾ നീ വാങ്ങി കഴിക്കുമെന്ന് പറയുന്നു. എപ്പോഴും പ്ലേ മൂഡ് കുറച്ച് ഓവറാണ് കേട്ടോ. കീപ്പ് ഇറ്റ് അപ്പ്. നിങ്ങൾ കാണുന്ന ഈ പ്ലേ മൂഡ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസത്തുള്ള സാധനമല്ലേ? അപ്പോൾ പിന്നെ എന്താണ് വിഷമിച്ചിരിക്കണമെന്നാണോ പറയുന്നത്? ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാർ നിങ്ങളാരും കാണാത്ത ആൾക്കാരാണോ? ഞാൻ കല്യാണം കഴിഞ്ഞ ഒരാളാണ്. സോ എൻ്റെ കല്യാണത്തിന് ശേഷവും നമ്മുടെ ഈ ചുറ്റുപാട് കണ്ട എൻ്റെ കൂട്ടുകാരന്മാരുടെ, എൻ്റെ നാട്ടുകാരുടെ, എൻ്റെ ബന്ധുക്കളുടെ, എൻ്റെ അനിയന്മാരുടെ, അനിയത്തിമാരുടെ ഒക്കെ കല്യാണം ഞങ്ങൾ കണ്ടതിന് ശേഷം കല്യാണത്തിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിനെക്കാട്ടിൽ അപ്പുറമാണ്. ഭയങ്കര മൂടാ, ഭയങ്കര വൈബാ. അപ്പോൾ പിന്നെ ഇവിടെ മാത്രം എന്താ ഇത്ര പ്രശ്നം? പേളിയുടെ സംസാരം ഇമിറ്റേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പേളിയുടെ ഈ സംസാരം ഇമിറ്റേറ്റ് എന്തിന്? എനിക്ക് തോന്നിയില്ല കുട്ടിയുടെ സംസാരത്തിൽ. പേളിയുടെ ഞാൻ നോക്കട്ടെ, നിങ്ങൾ ആരും തോന്നിയോ? ഇവിടെ വന്ന് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് കലാകാരന്മാരുടെ കുടുംബമാണോ ഇത്? എല്ലാവരും പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു. എന്താണിത്? ഇറങ്ങി വന്നപ്പോഴാ ഒരു അങ്ങനെ പറഞ്ഞ പേളിയുടെ സംസാരം പറ്റോ? എനിക്ക് തോന്നിയില്ല. പേളിയുടെ സംസാരം ഇങ്ങനെയാണോ? ഒരിക്കലും അല്ല. ആ കുട്ടി എനിക്ക് ഇവിടെ ആ കുട്ടിയുടെ കൊളോക്കിയൽ ലാംഗ്വേജ് കൂടെ കയറി വരുന്ന രീതിയിലാണ് സംസാരിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എവിടെ ഏത് നാട്ടുകാരെയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ തന്നെ അവസാനം വരെ കാണണേ.
പേളിമണി എന്ത് മലയാളികളുടെ പൊതുസ്വഭാവമാണിത്. ഈ കൊച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്നപ്പോൾ എല്ലാവർക്കും സ്നേഹം, കരുതൽ, പ്രാർത്ഥന. അതൊന്ന് രക്ഷപ്പെട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാത്തിനും കുറ്റം. ബേസിക്കലി ആര് രക്ഷപ്പെടുന്നതോ തന്നെക്കാൾ കൂടുതൽ വളരുന്നതോ ഈ നാട്ടുകാർക്ക് പിടിക്കുന്നില്ല. അവരുടെ താഴെ ജീവിത സാഹചര്യത്തിൽ കഴിയുന്നത് വരെയും സ്നേഹവും സഹതാപവും ഒക്കെ. ഇതാരാണ് ഈ കമൻറ്റ് ഇട്ടെന്നറിയത്തില്ല. മച്ചുനൻ എന്നാ കമൻറ്റ് ഇറക്കുന്നത്. ഇത് 1001% സത്യമാണ്. പേഴ്സണൽ ലൈഫ് കൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി പറ്റും. നിങ്ങളിലും പല ആൾക്കാർക്കും ഈ കമൻറ്റിനോട് ചിലപ്പം യോജിക്കാനും പറ്റും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ട് നിങ്ങൾ മൊത്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട് നിങ്ങൾ ഇങ്ങ് താഴേക്ക് പോയതിന് ശേഷം നിങ്ങൾ ആ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങളടുത്ത് പറയൂ, ഇത് എങ്ങനെ നടന്ന് ചെറുക്കനാണ്, അല്ലെങ്കിൽ എങ്ങനെ നടന്നവനാണ്, ഇപ്പോൾ കണ്ടില്ലേ എന്ത് കഷ്ടമല്ലേ. ആ സമയത്ത് നിങ്ങൾ എല്ലാം കൊണ്ട് തകർന്നിരിക്കുകയാണ്. ആ സമയത്ത് ഈ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ സഹതാപം, അയ്യോ പാവം തന്നെ എന്ന് ഇങ്ങനെ പറയും. ബട്ട് നിങ്ങൾ അതിനെ കഴിഞ്ഞ് നിങ്ങളൊന്ന് വളരാൻ തുടങ്ങി നോക്കട്ടെ. ഈ പറയുന്ന ആൾക്കാരുടെ ലെവല് സംസാരം വേറെ മാറും. ഇപ്പം കണ്ടില്ലേ ഭയങ്കര അഹങ്കാരം, എന്തുവാ ഇത് കാണിക്കുന്നേ, എന്ത് സ്വഭാവം, ഇപ്പം എന്താ. ഞാൻ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത്, ഞാൻ ഷോർട്സ് ഇട്ടുകൊണ്ട് പോയപ്പം സംസാരിച്ച ആ ഒരു തരത്തിലുള്ള ആൾക്കാരുടെ മനോഭാവം. ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഈ പറച്ചിലുകളും വർത്തമാനങ്ങളും ഇതെല്ലാം കേട്ട് ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ള ഒരു വലിയ രസമാണ് കേട്ടോ. സീരിയസ്ലി അത് വേറെ സത്യം. അതുകൊണ്ട് നിങ്ങൾ വളരണമെന്ന് ആഗ്രഹിക്കാത്തവരാണ് നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ നിഴലായിട്ട് നിൽക്കുന്ന 99% ആൾക്കാർ. ഒരു കാരണവശാലും നിങ്ങൾ രക്ഷപ്പെടരുത് എന്നുള്ള കാര്യം അവർ ഉറപ്പായിട്ട് ചിന്തിക്കും. നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ വളരെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്നേഹം കൊണ്ട് നടക്കുന്ന വളരെ കുറച്ച് മനുഷ്യർക്കല്ലാതെ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് താല്പര്യം വളരെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് കാണത്തില്ല. അത് നിങ്ങൾ തന്നെ ഈ യൂട്യൂബിൻ്റെ അകത്ത് ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇതേപോലെ വീഡിയോ ഇട്ടാലും നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൻ്റെ അകത്തും ഇത് തന്നെ ആയിരിക്കും കമൻറ്റ്. മനസ്സിലായോ? അതിന് വേറെ ഒന്നുമല്ല, ഇതിന് പറയുന്ന പേരാണ് അസൂയ. ഓക്കെ, അതാ സംഭവം. കുറച്ച് ഓവറായി കണ്ട എല്ലാം. ഇതെന്താണ് ഇഷ്ടം കൊണ്ടാട്ടോ പറയുന്നത്. ഡ്രസ്സ് ഒരു സുഖം തോന്നിയില്ല, അത് ഓക്കെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണമെങ്കിലും. വേഷം നന്നായി ധരിക്കണം, അപ്പു സൂപ്പറാണ്, എന്തിനാണ് എപ്പോഴും കെട്ടിപ്പിടിച്ച് കാണിക്കുന്നത്, കുറച്ച് കൊഞ്ചൽ മാറ്റി നന്നായിരുന്നു, ഓവറാണ്, നല്ലൊരു വേഷമായി കൂടെ, നൈറ്റ് ഡ്രസ്സ് പോലെ ഉണ്ട്. നൈറ്റ് ഡ്രസ്സ് പോലെയോ ഇതോ? ഇതൊക്കെ കോൺസെപ്റ്റ് ലെവലുള്ള ഇന്നത്തെ കാലത്ത് മാരേജുകൾ ബഹുഭൂരിപക്ഷവും കോൺസെപ്റ്റാണ്. അവിടുത്തെ ഡിസൈൻ നമ്മുടെ അവിടെ നടക്കുന്ന റിസപ്ഷൻ നടക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടും മറ്റുള്ള സംഭവങ്ങൾ തീം ഒക്കെ ഒരു അവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഡ്രസ്സ് പോലും അതിനനുസരിച്ചിട്ടായിരിക്കും. അവരുടെ കംഫർട്ടാണ് ഒരു ഡ്രസ്സിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അഭിപ്രായം വേണമെങ്കിൽ പറയാം. ഡ്രസ്സിങ്ങിൻ്റെ അകത്ത് ഇപ്പം നമുക്കിപ്പം ഇത് കൊള്ളത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത് സംഭവം ഇത് ഒന്ന് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് പറയുന്നത് വളരെ വളരെ മാന്യമായ കമൻറ്റ്. മറിച്ച് ഇതെന്തുമായിട്ടേക്കുന്നത്, ഇത് വളരെ ഓവറാണ്, എന്തിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസം നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഓവറാണ്, അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം എന്താടാ എന്ന് മാറി നിന്നിട്ടൊക്കെ സംസാരിക്കണോ? നമ്മൾ 2026 എന്നുള്ള കാര്യം നമ്മളിൽ പല ആൾക്കാരും മറന്നു പോകുന്നു. എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ആ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ആ കുട്ടിക്കൊക്കെ ഇതൊക്കെ വളരെ പരിചിതമായിരിക്കും മേ ബി. പക്ഷേ നിങ്ങളിൽ പല ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്ന് ഡിസൈഡ് ചെയ്യേണ്ട ഫാക്ടർ നിങ്ങൾ മാത്രമായിരിക്കണം. മറ്റുള്ളവരെല്ലാവർക്കും അഭിപ്രായം ചിലപ്പം പറയാം, ചിലപ്പോൾ ഇപ്പോൾ പറയും അത് പബ്ലിക്കിന് കാണിച്ചു കൊടുത്തിട്ടില്ലേ അവർ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ള കാര്യം. പബ്ലിക്കിന് കാണിച്ചു കൊടുത്തിട്ടെന്ന് വെച്ചാൽ കല്യാണമാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അടുത്ത റിസപ്ഷൻ്റെ സമയത്ത് സ്വന്തം ആ പയ്യൻ്റെ വീട്ടിൻ്റെ അകത്ത് പോയിട്ട് ഇതെനിക്ക് ഹെവൻ പോലെ തോന്നുന്നു, എനിക്കിത് വളരെ കലാകാരന്മാരായിട്ടുള്ള ആൾക്കാർ വളരെ സന്തോഷം തോന്നുന്നു എന്നൊക്കെ പറയുന്ന അല്ലാതെ പിന്നെ എന്താ പറയുക, ഇതെന്തുവാ നരകം, ഇതൊക്കെ എന്ത് മനുഷ്യരവിടെ ഉള്ളത് എന്നാണോ ചോദിക്കേണ്ടത്? എങ്ങനെയാണ് ഒരു കുറ്റം കണ്ടെത്തുക എന്നുള്ളൊരു കാര്യത്തിൽ റിസർച്ച് ചെയ്യുകയാണ് നമ്മുടെ ആൾക്കാർ. നമ്മളപ്പോഴും നമ്മൾ സ്വയം പറയും നമ്മൾ നമ്പർ 1 ആണ്, എല്ലാത്തിലും നമ്മൾ നമ്പർ 1 ആണ്, ഈ സ്വഭാവത്തിൽ നമ്മൾ നമ്പർ 1 ആണെന്ന് പറയാതിരിക്കുന്ന വൃത്തിയിൽ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.